Hello once again, welcome back to Edu Mandra. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ 5th സെമസ്റ്റർ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന പേപ്പറിൽ ടോപ്പിക്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് ഈ വിഷയത്തിലെ നമ്മളുടെ രണ്ടാമത്തെ ലെക്ചറാണ് അല്ലെങ്കിൽ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം, അതായത് ട്രാൻസ്ലേഷൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ്, എന്താണ് ട്രാൻസ്ലേഷൻ, അതുപോലെ എന്താണ് SL ലാംഗ്വേജ് അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജ്, ടാർഗറ്റ് ലാംഗ്വേജ് എന്നീ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോ ഓൾറെഡി നമ്മളെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, സോ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അതിന് മുൻപ് കഴിഞ്ഞ വീഡിയോയിൽ പലരും സജഷനായിട്ട് പറഞ്ഞിരുന്നു, അതായത് സിലബസ് ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്നുള്ളത്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ടീച്ചേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സിലബസാണ്. ആൻഡ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് വായിച്ച് നോക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ ഇതൊന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് അധികം സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു, കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും അത് മിസ്സായിട്ടുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ ആണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ. ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പം ഈ ട്രാൻസ്ലേഷന് അതിൻ്റെ പ്രോസസ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് വിവിധ തരത്തിൽ എന്താ പറയുക, ടൈപ്സിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അതിനകത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള 3 ലിംഗ്വിസ്റ്റുകൾ, അതായത് ലാർസൺ, അതുപോലെ റോമൻ ജാക്കബ്സൺ, കാറ്റ്ഫോർഡ്, ഇവരൊക്കെയാണ് ബേസിക്കലി ഈ ഒരു സംഭവത്തിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ അക്കോർഡിംഗ് ടു ദം ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നത് റോമൻ ജാക്കബ്സനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ആരാണ് റോമൻ ജാക്കബ്സൺ എന്നുള്ളത് കൂടെ അറിഞ്ഞ് മനസ്സിലാക്കി വയ്ക്കുമ്പം നമുക്ക് ആ എക്സാമിന് പ്രത്യേകിച്ച് 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ ഉൾക്കൊള്ളിച്ച് എഴുതുമ്പം കുറച്ചുകൂടെ മാർക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ 3 പേരെക്കുറിച്ചും ഇതിൽ റോമൻ ജാക്കബ്സൺ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഹി വാസ് എ റഷ്യൻ തിങ്കർ ഹു ബിക്കെയിം വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ലിംഗ്വിസ്റ്റ് ഓഫ് ദ 20th സെഞ്ച്വറി. അതായത് 20ാം നൂറ്റാണ്ടിലെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഷാ ശാസ്ത്രജ്ഞൻ, ലിംഗ്വിസ്റ്റ് ആയിരുന്നു ഈ പറയുന്ന റഷ്യൻ തിങ്കർ കൂടിയായിട്ടുള്ള റോമൻ ജാക്കബ്സൺ. ഓക്കെ, he was one of the founding member of the Moscow linguistic circle. Okay, അദ്ദേഹം was the one of the he was a founding member of the Moscow linguistic circle, which was one of the famous linguistic circle which is responsible for the development of Russian formalism. Okay, അപ്പോൾ റഷ്യൻ ഫോർമലിസം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന നമ്മളുടെ പ്രീവിയസ് സെമസ്റ്ററുകളിലൊക്കെ ഉണ്ടായിരുന്ന പേപ്പറുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു റഷ്യൻ ഫോർമലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റിക് സർക്കിൾ, ഒരു കൂട്ടായ്മ, അതിൻ്റെയൊക്കെ ഫൗണ്ടിങ് മെമ്പറായിരുന്നു ഈ പറയുന്ന റോമൻ ജാക്കബ്സൺ. ഈ മോസ്കോ, റഷ്യ ബേസ് ചെയ്തിട്ട്, അതായത് ഇപ്പോഴത്തെ റഷ്യ, അന്നത്തെ എന്താ പറയുക, സോവിയറ്റ് യൂണിയൻ. ഓക്കെ, ആൻഡ് ഇൻ ഹിസ് പേപ്പർ on his seminar paper on linguistic aspect of translation, അതായത് ഈ ഒരു പോയിൻ്റ് പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നമ്മളുടെ കണ്ടൻറ്റിലേക്ക് വരുന്നൊരു പോയിൻ്റാണ്. ഇൻ ഹിസ് സെമിനാർ പേപ്പർ, അദ്ദേഹത്തിൻ്റെ ഓൺ ലിംഗ്വിസ്റ്റിക് ആസ്പെക്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സെമിനാർ പേപ്പറിൽ അദ്ദേഹം he makes a very important distinction between 3 types of translation. They are interlingual translation,
ഇൻട്രാലിംഗ്വൽ ട്രാൻസ്ലേഷൻ ആൻഡ് ഇൻ്റർസെമിയോട്ടിക് ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ബേസിക്കായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓൺ ലിംഗ്വിസ്റ്റിക് ആസ്പെക്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സെമിനാർ പേപ്പറിൽ ട്രാൻസ്ലേഷൻ്റെ 3 ടൈപ്സിനെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് 3 ടൈപ്സ് എന്ന് പറയുന്നത്: ഇൻ്റർലിംഗ്വൽ, അതുപോലെ ഇൻട്രാലിംഗ്വൽ ആൻഡ് ഇൻ്റർസെമിയോട്ടിക് ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ ഒരു ഫിഗർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. എക്സാമിൻ്റെ സമയത്ത് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് ഈസിയായിട്ട് പാസ്സാവാൻ പറ്റുന്നൊരു പേപ്പറാണ് ഈ പറയുന്ന ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ റോമൻ ജേക്കബ്സൺ 3 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻ്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ, ഒന്ന് ഇൻട്രാലിംഗ്വൽ ട്രാൻസ്ലേഷൻ, മൂന്നാമത്തത് ഇൻ്റർസെമിയോട്ടിക് ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇതിപ്പോൾ തന്നെ പഠിച്ചു കളയാം. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. കുറേ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ പേരുകൾ തമ്മിൽ മാറിപ്പോകാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇൻ്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ. നിങ്ങൾക്ക് സ്ലൈഡിൽ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇൻ്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ലേഷൻ ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ. It is an interpretation of verbal signs by means of other language. അതായത് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു ഗിവൻ ടെസ്റ്റിനെ അല്ലെങ്കിൽ ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് അതിനെ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രക്രിയ, അതാണ് ട്രാൻസ്ലേഷൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കി വെച്ചത്. അത് തന്നെ പല രീതിയിലുണ്ട്. അതാണ് ഈ പറയുന്ന ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതിൽ തന്നെ നമ്മളൊരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് ഒരു ടെക്സ്റ്റിനെ മാറ്റുന്ന ആ ഒരു ടൈപ്പ് ട്രാൻസ്ലേഷനെയാണ് ഇൻ്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോപ്പർ ട്രാൻസ്ലേഷൻ. അത് പ്രോപ്പർ ട്രാൻസ്ലേഷൻ എന്നുള്ള രീതിയിലും അറിയപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ ഓഫ് എ ട്രാൻസ്ലേറ്റിംഗ് പോയം ഫ്രം മലയാളം ടു ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റിംഗ് എ ഷോർട്ട് സ്റ്റോറി ഓർ എ നോവൽ ഫ്രം മലയാളം ടു ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ടു ഹിന്ദി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക്. ഓക്കെ, ഇനി ഇൻട്രാലിംഗ്വൽ എന്താണെന്ന് നോക്കാം. ഇൻട്രാലിംഗ്വൽ ട്രാൻസ്ലേഷൻ, ദ ട്രാൻസ്ലേഷൻ വിത്തിൻ ദ സെയിം ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഇൻട്രാലിംഗ്വൽ ട്രാൻസ്ലേഷൻ. ഓക്കെ, അതായത് ഇൻട്രാലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പം ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സെയിം ലാംഗ്വേജിൽ വെച്ചിട്ട് തന്നെയാണ്. അതായത് റീവേഡിങ്, അതിന് നമ്മൾ മറ്റൊരു രീതിയിലൂടെ അറിയപ്പെടുന്നുണ്ട് റീവേഡിങ്. അതായത് അതിലെ വാക്കുകൾ അതിൻ്റെ കണ്ടൻറ്റിലെ മീനിങ്ങിൽ വ്യത്യാസം വരാതെ അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ മാറ്റം വരുത്തിക്കൊണ്ട് കണ്ടൻറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങിലോ ഭാഷയിലോ വ്യത്യാസം വരാതെ, അതായത് അത് ഏത് ലാംഗ്വേജിലാണോ എഴുതിയിരിക്കുന്നത് ആ ലാംഗ്വേജ് തന്നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, പക്ഷേ അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വ്യത്യാസപ്പെടും. ഓക്കെ, ഇപ്പം നമ്മൾ ഓൺലൈൻ റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം, അവരൊക്കെ പലപ്പോഴും നമ്മൾ പല കണ്ടൻറ്റുകളും മറ്റ് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ റീവേഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പം നമുക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള പോയംസിൻ്റെയും അതുപോലെ സ്റ്റോറീസിൻ്റെയും ഒക്കെ സമ്മറീസ് നമുക്ക് അവൈലബിൾ അല്ലേ. ഇതൊക്കെ ഈ പറയുന്നതിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. സമ്മറൈസിങ് എ പ്ലോട്ട് ഓഫ് എ നോവൽ, ഇത് എക്സാമ്പിളാണ്. അതായത് ആ സെയിം ലാംഗ്വേജിൽ തന്നെയായിരിക്കും യൂഷ്വലി ചെയ്യാറുള്ളത്. നമ്മളെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ പറയുന്ന ഗൈഡുകളിലൊക്കെ ചിലപ്പം സമ്മറി തരുന്നത് മലയാളത്തിലായിരിക്കും, ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും ഒക്കെ സമ്മറി വരുന്നത് മലയാളത്തിലായിരിക്കും. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സെയിം ലാംഗ്വേജ് തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ ഓവർ ലെക്ചറിങ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഈ പോയിൻറ്റ്സ് ആണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഓക്കെ, ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഒരുപാട് പോയിൻറ്റ്സ് ഒന്നും ഞാൻ കൊള്ളിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ചി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന പാസ്സാവാനായിട്ടുള്ള മാർക്കിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക നോട്ട്സാണ് ഇത്. ചിലപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നിങ്ങളുടെ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള നോട്ട്സ് തന്നിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എടുക്കുക, എന്നിട്ട്
ഈ പോയിൻറ്റ്സ് അറ്റ്ലീസ്റ്റ് ഈ പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾ എക്സാമിന് കൊള്ളിക്കാൻ കോൺസെപ്റ്റ് മനസ്സിലാക്കുക ബേസിക്കലി. ഓക്കെ. ആൻഡ് ഇൻ്റർ സെമിയോട്ടിക് ട്രാൻസ്ലേഷൻ, മൂന്നാമത്തെ റോമൻ ജേക്കബ്സൻ്റെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ട്രാൻസ്ലേഷനാണ് ഇൻ്റർ സെമിയോട്ടിക് ട്രാൻസ്ലേഷൻ. ഓക്കെ. It is an interpretation of verbal signs by means of non-verbal sign system. അതായത് it is also known as transmutation. ഓക്കെ. ഇപ്പം നമ്മൾ ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം ശബ്ദം കേൾക്കാൻ സാധിക്കാത്ത ആളുകൾ, ചെവി കേൾക്കാത്ത ആളുകൾക്ക് അവർക്ക് ഒക്കെയുള്ള എന്താ പറയുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവർ കാഴ്ചയിലൂടെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈനുകൾ, അതായത് ആംഗ്യഭാഷ കൊണ്ടൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം മിക്കവാറും ന്യൂസ് ചാനലുകളിലും വാർത്ത വായിക്കുന്നതിൻ്റെ സൈഡിലൊരാൾ ഇത്തരം ആളുകൾക്ക് വേണ്ടി അവരുടെ രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അതായത് ഈ വെർബൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്ഷരങ്ങൾ നമ്മൾ സംസാരിക്കാനും കേൾക്കാനും ഒക്കെ ആയിട്ട്, നമ്മൾ വായിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ, അത്തരം കാര്യങ്ങൾ, അതിനെ നോൺ വെർബൽ സയൻസ്, സംസാരമല്ലാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പിക്ചേഴ്സ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ അത് നമ്മളത് കണ്ടുകൊണ്ടല്ലേ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻ്റർ സെമിയോട്ടിക് ട്രാൻസ്ലേഷൻ. സിമ്പിളായിട്ട് അത് ജസ്റ്റ് ആ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണല്ലോ. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. എന്നാലും കിട്ടാത്ത ആളുകളോടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞ് കൊള്ളിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരാനാണ് ഞാൻ ഇത്തരം വൈഡായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഓക്കെ. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ദ ട്രാൻസ്ലേഷൻ ഫ്രം വേർഡ്സ് ടു ഇമേജസ്, ഇതിന് ഈ എക്സാമ്പിളാണ്. അതായത് വേർഡ്സ്, അതായത് ഇപ്പം നമ്മൾ ചിത്രങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് വാക്കുകളെ അല്ലെങ്കിൽ കഥകളെയൊക്കെ നമ്മൾ ചിത്രങ്ങളാക്കുന്നില്ലേ, ചിത്രകഥ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പം അതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ന്യൂമറിക്കൽ കോഡ്സ്, അതുപോലെ നോൺ വെർബൽ സൗണ്ട്സ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾസാണ്. ഓക്കെ. അപ്പോൾ റോമൻ ജേക്കബ്സൻ്റെ ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ലാർസനെ കുറിച്ച് നോക്കാം. ഓക്കെ. അതിന് മുൻപ് ലാർസൺ സെഡ് ദാറ്റ് ട്രാൻസ്ലേഷൻ ഈസ് ബേസിക്കലി എ ചേഞ്ച് ഓഫ് ഫോം. അതായത് ലാർസൺ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ലേഷൻ ഈസ് ബേസിക്കലി എ ചേഞ്ച് ഓഫ് ഫോം. എന്താണ് ഈ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്? when we speak of the form of a language, we are referring the actual words, phrases, clause, sentence, paragraph and etc. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫോം അല്ല, മറിച്ച് നമ്മൾ ഒരു ഭാഷയിൽ, ഓരോ ഭാഷകളിലും നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ ഒരു രീതികളുണ്ടാവുമല്ലോ. ഫ്രേസുകൾ, ക്ലോസ്, സെൻറ്റൻസ്, ഈ ഗ്രാമാറ്റിക്കൽ റൂൾസ്, ഇതൊക്കെ അതിൻ്റെ ഒരു ഫോമാണ്. അത് ഇന്ന രീതിയിലാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ. അതിനെയൊക്കെയാണ് നമ്മൾ ഈ ഫോം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇതിൻ്റെയൊക്കെ ഒരു അച്ചടക്കമായ രീതിയിലുള്ള അടുക്കി വെക്കലിനെയാണ്, അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. വിച്ച് is spoken or written. Okay. These forms are referred to as the surface structure of a language. Okay. ആ ഒരു പോയിൻ്റോടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ആൻഡ് അക്കോർഡിംഗ് ടു ലാർസൺ, നമ്മളുടെ മെയിൻ പോയിന്റിലേക്ക് വരുന്നു. അക്കോർഡിംഗ് ടു ലാർസൺ ദർ ആർ 2 kinds of translation. ഓക്കെ. ലാർസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് 2 തരത്തിലുള്ള ട്രാൻസ്ലേഷനാണ് ഉള്ളതെന്നാണ്. ഓക്കെ. വൺ ഈസ് ഫോം ബേസ്ഡ്. ഫോമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഫോം ബേസ്ഡ് ട്രാൻസ്ലേഷൻ. ആൻഡ് ദി അതർ വൺ ഈസ് മീനിങ് ബേസ്ഡ് ട്രാൻസ്ലേഷൻ. ഓക്കെ. They are either called as the literal translation or idiomatic translation and idiomatic translation, or അല്ല and ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു പിക്ചറിലേക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചെടുക്കാൻ ശ്രമിക്കുക. എക്സാമിൻ്റെ സമയത്ത് അധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഓക്കെ. ഫോം ബേസ്ഡ് ട്രാൻസ്ലേഷനെ നമ്മൾ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്നൂടെ പറയാറുണ്ട്. മീനിങ് ബേസ്ഡ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഇഡിയോമാറ്റിക് ട്രാൻസ്ലേഷൻ. ഓക്കെ. ഇനി ആദ്യം നമുക്ക് ഫോം ബേസ്ഡ് ട്രാൻസ്ലേഷൻ, മീനിങ് ബേസ്ഡ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ. ഫോം ബേസ്ഡ് ട്രാൻസ്ലേഷൻ, it attempt to follow the
form of the SL and is also known as word for word. അതായത് ഇതിൽ നമ്മൾ വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ ആണ്. അതായത് വാക്യങ്ങളെയാണ് ബേസിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു SL മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഒരു ടെക്സ്റ്റിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം മലയാളത്തിലേക്ക് മാറ്റുമ്പം അവിടെ മലയാളത്തിലേക്ക് മാറ്റപ്പെടുന്നത് ആ വാക്കുകൾ മാത്രമാണ്. ആ ഇംഗ്ലീഷിലുള്ള ആ റൈറ്റിംഗ് ആ ശൈലി എങ്ങനെയാണോ ആ സെയിം സംഭവമാണ് ഇവിടെ ഈ ഫോം ബേസ്ഡ് ട്രാൻസ്ലേഷനിൽ TL ലാംഗ്വേജിലും ആവർത്തിക്കുക. അതായത് അതിൻ്റെ TL ലാംഗ്വേജിൻ്റെ നാച്ചുറൽ ഫോമിലല്ല ഇവിടെ ചെയ്യുന്നത്. അവിടെ ഈ വേർഡ് ഫോർ വേർഡ്, അതായത് വേർഡ്സ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക, മാറ്റം വരുത്തുന്നുള്ളൂ. ഓക്കെ, ഇനി മീനിങ് ബേസ്ഡ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് മേക്സ് എ വെരി എഫേർട്ട് ടു കമ്മ്യൂണിക്കേറ്റ് ദ മീനിങ് ഓഫ് ദ SL. അതായത് ഈ SL ടെസ്റ്റിൽ, സോഴ്സ് ലാംഗ്വേജ് ടെസ്റ്റിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സാധനത്തിൽ, ടെക്സ്റ്റിൽ എന്താണോ ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമാക്കുന്നത്, അതിനെ TL ലാംഗ്വേജിൻ്റെ, ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ നാച്ചുറൽ ഫോമിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതായത് ഈ ഒരു മീനിങ് ബേസ്ഡ് ട്രാൻസ്ലേഷനിൽ ശ്രമിക്കുന്നത്. ഓക്കെ, ഈസിയായിട്ടുള്ള 2 പോയിൻറ്റ്സ് ആണ്. ആൻഡ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്താണ്, അതുപോലെ ഇഡിയോമാറ്റിക് ട്രാൻസ്ലേഷൻ എന്താണെന്നുള്ളത് സ്ലൈഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഞാൻ ഇപ്പം ഫോം ബേസ്ഡ് മീനിങ് ബേസ്ഡ് പറഞ്ഞ സംഭവം തന്നെയാണ്, അതൊന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ജസ്റ്റ് ഒരു ഫിഗർ കാണുന്നുണ്ട് നിങ്ങൾക്ക്. സോഴ്സ് ലാംഗ്വേജ്, ഇത് ഫോം ബേസ്ഡ് ട്രാൻസ്ലേഷൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ്. ഓക്കെ, സോഴ്സ് ലാംഗ്വേജ്, അനലൈസിസ്, ട്രാൻസ്ഫർ, റീസ്ട്രക്ചറിങ് ആൻഡ് അങ്ങനെയാണ് അതിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് കണ്ടില്ലേ, മീനിങ് ബേസ്ഡ് ട്രാൻസ്ലേഷനിൽ സ്ട്രക്ചറൊന്നും വലിയ മാറ്റം വരുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് അടുത്ത ലിംഗ്വിസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വ്യക്തി എന്ന് പറയുന്നത് കാറ്റ്ഫോർഡ് ആണ്. ഓക്കെ, കാറ്റ്ഫോർഡ് ഡിഫൈൻസ്, കാറ്റ്ഫോർഡിൻ്റെ ഡെഫിനിഷനൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും എക്സാമിന്. ഹൗ ഡിഡ് ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. കാറ്റ്ഫോർഡ് ഡിഫൈൻസ് ട്രാൻസ്ലേഷൻ ആസ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ടെക്സ്റ്റുവൽ മെറ്റീരിയൽ in one language SL by equivalent textual material in another language, that is TL. ഓക്കെ, ഇതിൽ ശരിക്കും പറഞ്ഞ നേരത്തെ കാറ്റ്ഫോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പം നമുക്ക് എക്സാമിനോട് അനുബന്ധിച്ച് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ വീഡിയോസൊക്കെ കാണുക, എന്നിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കാറ്റ്ഫോർഡ് ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. കാറ്റ്ഫോർഡ് പറയുന്നത് ഇറ്റ് ഈസ് ദ റീപ്ലേസ്മെൻറ്റ്, ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഈ SL ടെക്സ്റ്റിലെ സോഴ്സ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ്. ടെക്സ്റ്റുവൽ മെറ്റീരിയലിനെ മറ്റൊരു ലാംഗ്വേജ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാതെ, എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാറ്റ്ഫോർഡിൻ്റെ അത് പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും അദ്ദേഹം പറയുന്നത് ഈ ഒരു രീതിയിലാണ്. സംഭവം എന്താണ് ട്രാൻസ്ലേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ച ആ സംഭവം തന്നെയാണ്. ഓരോ ആളുകൾ പറയുമ്പോൾ അവരുടെ ആ രീതികളിൽ വ്യത്യാസം വരുന്നതേ ഉള്ളൂ. ഓക്കെ, and he divides the 3 aspects of translation based on extent, level and rank. അതായത് അദ്ദേഹം ഈ ട്രാൻസ്ലേഷനെ ഡിവൈഡ് ചെയ്യുന്നത് 3 ആസ്പെക്റ്റ് വെച്ചിട്ടാണ്. അതായത് എക്സ്റ്റെൻഡ്, ലെവല് ആൻഡ് റാങ്ക്, ഈ 3 രീതിയിലാണ്. ആൻഡ് ബേസ്ഡ് ഓൺ extent, the types of translations are full translation and partial translation. Based on levels, he divides translation as total translation and restricted translation. Again, on the basis of rank, he divides the translation as bounded translation and unbounded translation. നമുക്ക് കാറ്റ്ഫോർഡ് ഏതൊക്കെ ആസ്പെക്റ്റിലാണ് ട്രാൻസ്ലേഷനെ ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. എക്സ്റ്റെൻഡ്, ലെവല്, റാങ്ക്, ഇതിൻ്റെ ബേസിസിലാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തത്. അതിൻ്റെ എക്സ്റ്റെൻഡ് ലെവലിൻ്റെ അല്ലെങ്കിൽ എക്സ്റ്റെൻഡിൻ്റെ ഒരു ബേസിസിൽ, എക്സ്റ്റെൻഡ് ബേസിസിൽ എങ്ങനെയാണ് അദ്ദേഹം ട്രാൻസ്ലേഷനെ ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. ഫുൾ ട്രാൻസ്ലേഷൻ ഫസ്റ്റ്.
Full translation is a translation in which the entire SL text, source language text, is reproduced by TL text material. അതായത് ഈ ഫുൾ ട്രാൻസ്ലേഷനിൽ എൻറ്റയർ ആയിട്ടുള്ള SL ടെക്സ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് TL മെറ്റീരിയൽ കൊണ്ട്. ഓക്കെ, അതിൽ എല്ലാ കാര്യങ്ങളും, അതായത് കണ്ടൻറ്റ്, ആ മെയിൻ കണ്ടൻറ്റ് മാത്രം മാറില്ല, മീനിങ് മാറില്ല, ബട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് TL റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി പാർഷ്യൽ ട്രാൻസ്ലേഷനെ പറ്റി നോക്കാം. ഇൻ പാർഷ്യൽ ട്രാൻസ്ലേഷൻ there are only some parts of the SL text to be translated into the TL text. അതായത് പാർഷ്യലിൽ നമുക്ക് ആ ഒരു വാക്ക് അർത്ഥമാക്കുന്നത് പോലെ തന്നെ ഇതിൽ കുറച്ച് പാർട്സ് മാത്രമേ, അതായത് SLൻ്റെ കുറച്ച് പാർട്സ് മാത്രമേ TL ടെക്സ്റ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുള്ളൂ എന്നുള്ളൊരു മീനിങ്ങിലാണ് സംഭവം വരുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ്, ഒറ്റ പോയിൻ്റേ ഉള്ളത്, ബേസിക്കലി അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അധികം സമയം വൈകാതെ അടുത്തതിലേക്ക് പോകാം. ലെവൽ ബേസ് ചെയ്തുകൊണ്ട് ടോട്ടൽ ട്രാൻസ്ലേഷൻ അതുപോലെ റെസ്ട്രിക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്നുള്ള രീതിയിൽ ആണ് അദ്ദേഹം ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ടോട്ടൽ ട്രാൻസ്ലേഷൻ എന്ന് നോക്കാം. ഹിയർ ദ TL ടെക്സ്റ്റ് മെറ്റീരിയൽ റീപ്ലേസ്ഡ് all levels of the SL text material. ഓക്കെ, അതായത് ഇതിൽ ടോട്ടൽ ട്രാൻസ്ലേഷനിൽ TL ടെക്സ്റ്റ് മെറ്റീരിയൽ എല്ലാ രീതിയിലും എല്ലാ ലെവലുകളിലും, ഈ SLൻ്റെ എല്ലാ ലെവലുകളിലും റീപ്ലേസ് ചെയ്യുന്നുണ്ട് TL ടെക്സ്റ്റ് മെറ്റീരിയൽ. ഓക്കെ, അതായത് ആ ലെവലുകളാണ് നമ്മൾ നോക്കുന്നത്. ഫോണോളജിക്കൽ ലെവൽ, ഗ്രാമാറ്റിക്കൽ ലെവൽ, വേർഡ് ഫോർ വേർഡ് ആൻഡ് സെൻറ്റൻസ് ടു സെൻറ്റൻസ്. ഓക്കെ, ഇത്രയും ലെവലുകളിൽ ടോട്ടൽ ട്രാൻസ്ലേഷനിൽ ഇതൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്, അതായത് മറ്റൊരു ലാംഗ്വേജിലേക്ക് മാറ്റപ്പെടുന്നുണ്ട് ആ ലാംഗ്വേജിന് അനുസൃതമായിട്ട്. ഇനി എന്താ റെസ്ട്രിക്റ്റഡ് ട്രാൻസ്ലേഷൻ? ഇറ്റ് ഈസ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് SL ടെക്സ്റ്റ് മെറ്റീരിയൽ വിത്ത് ദ ഇക്വലവൻറ്റ് TL ടെക്സ്റ്റ് മെറ്റീരിയൽ അറ്റ് ഓൺലി വൺ ലെവൽ. ടോട്ടൽ ട്രാൻസ്ലേഷനിൽ നമ്മൾ എല്ലാ ലെവൽസിലും റീപ്ലേസ് ചെയ്യുന്നുണ്ട്, പക്ഷേ റെസ്ട്രിക്റ്റഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലെവൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിപ്പം ഗ്രാമാറ്റിക്കൽ ലെവലിലാവാം, ഫോണോളജിക്കൽ ലെവലിലാവാം, ഏത് ലെവലിലും ആവാം, പക്ഷേ ആ ലെവലിൽ മാത്രമേ, ഒരു ലെവലിൽ മാത്രമേ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് നടത്തുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റാങ്ക് ബേസ് ചെയ്തിട്ട് ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് ട്രാൻസ്ലേഷൻ. അപ്പോൾ എന്താണ് ഈ ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് എന്ന് നമുക്ക് നോക്കാം. ബൗണ്ടഡ് ട്രാൻസ്ലേഷൻ മീൻസ് ദാറ്റ് ദ സെലക്ഷൻ ഓഫ് ദ TL ടെക്സ്റ്റ് മെറ്റീരിയൽ ഈസ് ലിമിറ്റഡ് ഓൺലി അറ്റ് വൺ റാങ്ക്, സച്ച് ആസ് വേർഡ് ഫോർ വേർഡ് ഇക്വാലൻസ് ഓർ മോർഫീം ഫോർ മോർഫീം ഇക്വാലൻസ്. ഓക്കെ, ഇക്വാലൻസ് ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ എക്സാമിൻ്റെ റീസെൻറ്റ് ടൈമിലാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മോർഫീം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ബൗണ്ടഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ സെലക്ഷൻ ഓഫ് ദ റിയൽ TL ടെക്സ്റ്റ് മെറ്റീരിയൽ ഈസ് ലിമിറ്റഡ് അറ്റ് ഓൺലി, ഈ ഒരു റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് വേർഡ് ഫോർ വേർഡ് ഇക്വാലൻസ് അതുപോലെ മോർഫീം ടു ഫോർ മോർഫീം, ഈ രീതിയുടെ അടിസ്ഥാനത്തിലാണ് എന്താ പറയുന്നത്, സെലക്ഷൻ ഓഫ് TL ടെക്സ്റ്റ് മെറ്റീരിയൽ നടക്കുന്നത്. ഓക്കെ, ഈ ഒരു ബൗണ്ടഡ് ട്രാൻസ്ലേഷനകത്ത്. ഓക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, സിമ്പിൾ പോയിൻ്റാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അൺബൗണ്ടഡ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി അപ്പ് ആൻഡ് ഡൗൺ ദ റാങ്ക് സ്കെയിൽ ബേസ്ഡ് ഓൺ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി അപ്പ് ആൻഡ് ഡൗൺ, അതായത് ഇതിന് ഈ അൺബൗണ്ടഡ് ട്രാൻസ്ലേഷനിലൊരു അത്തരം രീതി നിയമങ്ങളൊന്നുമില്ല. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും ഒക്കെ ചെയ്യാം ഈ ട്രാൻസ്ലേഷൻ്റെ സമയത്ത്. അതായത് ഈ ട്രാൻസ്ലേഷൻ്റെ പേർപ്പസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ഏത് കാര്യത്തിന് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ലേഷൻ നടക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ റാങ്കുകൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മാറുകയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അൺബൗണ്ടഡ് ട്രാൻസ്ലേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഈ ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ്റെ
കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നമുക്ക് മറ്റ് കുറച്ച് ടൈപ്സ് കൂടെ ബാക്കിയുണ്ട്. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്യുക. ഈ ഒരു ചിത്രങ്ങൾ, അതായത് ഈ ചിത്രങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ കയറാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. ജസ്റ്റ് പാസ്സാവാൻ വേണ്ടി, അതായത് ഇങ്ങനെ ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ജസ്റ്റ് ഈ എക്സാം പാസ്സായി പോകാനായിട്ട് നിങ്ങൾക്ക് ഇത്തരം ഫിഗേഴ്സ് സഹായിക്കും. ഓക്കെ, അല്ലാത്ത ആളുകളും ബാക്കി എല്ലാവരും എന്തായാലും നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള വീഡിയോസിൽ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. എക്സാമിൻ്റെ മുൻപ് ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ പല ചോദ്യങ്ങളും എപ്പോഴും ഈ SL എന്താണ്, TL എന്താണെന്നൊക്കെ അധികവും ചോദിക്കാത്ത ചോദ്യപേപ്പറുകൾ കുറവാണ്. അതുപോലെ ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷനൊന്നും ഇല്ലാത്ത ചോദ്യപേപ്പറുകൾ ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൻ്റെ ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരുപാട് നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് സാധ്യതയുള്ള ഒരു മൊഡ്യൂളാണ്. പാസ്സാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നൊരു മൊഡ്യൂൾ കൂടിയാണ്. ഓക്കെ, അപ്പം ഇനിയും കാണുന്നത് വരെ വണക്കം. താങ്ക് യു. ഓക്കെ.